നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് വരുണനാണ്. ഇവരുടെ മൃഗമെന്ന് പറഞ്ഞാൽ കുതിരയുമാണ്. അപ്പം കുതിര അശ്വതി നക്ഷത്രത്തിൻ്റെയും മൃഗം കുതിരയാണ്, ചതയത്തിൻ്റെയും കുതിര തന്നെയാണ് മൃഗം. അപ്പോൾ കുതിരയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അശ്വതി നക്ഷത്രത്തിൽ അത് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വേഗത നമ്മൾ കണക്കാക്കുന്നത് ഈ ഹോഴ്സ് പവറിൽ നിന്നാണ്. കുതിരശക്തി ആണ് നമ്മളെല്ലാത്തിൻ്റെയും വേഗതയായിട്ട് നമ്മൾ അനുമാനം കണ്ടെത്തുന്നത്. അപ്പം ഇവർ ഒരു കടിഞ്ഞാണിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക കുതിര. കാരണം അത്ര പവർഫുള്ളായ ഒരു മൃഗമാണത്, അത്ര ശക്തിയാണ്. ഓടിക്കുന്ന ആളിൻ്റെ നിയന്ത്രണത്തിനൊത്തായിരിക്കും ഈ കുതിരയുടെ സഞ്ചാരവും. ആ കുതിര ഓടിക്കുന്ന ആളുടെയിലായിരിക്കും കുതിരയുടെ മൊത്തം നിയന്ത്രണം. അങ്ങനെയാണത്. അപ്പം ആ കുതിര ഇടം വലം നോക്കത്തില്ല, മുൻപോട്ട് തന്നെയാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. മുൻപോട്ട് തന്നെ, ഇടത്തോട്ടില്ല വലത്തോട്ടില്ല, ചരിഞ്ഞു നോട്ടോ ചരിഞ്ഞൊരു ഇതില്ല, എല്ലാം മുൻപോട്ടെന്നുള്ളൊരു വേഗതയിലുള്ളൊരു മൃഗമാണ് കുതിര. അപ്പോൾ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം ഈ ചതയ നക്ഷത്രത്തിൽക്കാർ കാണാം. പക്ഷേ ചതയ നക്ഷത്രക്കാരെ പറ്റി ഒരു ചൊല്ലുമുണ്ട് നാട്ടിൻപുറത്ത്, ചതയം ചതഞ്ഞ് കിടക്കുമെന്ന്. പക്ഷെ ഒരിക്കലുമില്ല ചതഞ്ഞ് കിടക്കുമെന്ന്. നമ്മളങ്ങനെ ഒരു ചൊല്ല് നാട്ടിൻപുറത്ത് ചൊല്ലുമെങ്കിലും ഇവരിലുള്ള കഴിവുകൾ, അനേകതരം കഴിവുകളുള്ള വ്യക്തിത്വങ്ങളാണ് ഈ ചതയ നക്ഷത്രക്കാർ. പക്ഷേ അത് അന്തർലീനമായി കിടക്കുകയാണ്. അത് ആരെയും ഒരു വലിയ ഭാവം കാണിക്കുകയോ അല്ലെ ഞാൻ ഇത്ര കഴിവുള്ള ആളാണെന്ന് ഇവർ പ്രഗത്ഭ്യം കാണിക്കുകയോ ഒന്നുമില്ല. ഒരു സാധാരണ വ്യക്തിയെ പോലെ ആയിരിക്കും ഇവരുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഈ ചതയ നക്ഷത്രക്കാരെ പറ്റി നമ്മൾ കൂടുതൽ അവരെ ആഴത്തിൽ അറിഞ്ഞു വരണമെങ്കിൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഇവരുടെ ഒളിഞ്ഞു കിടക്കുന്ന ആ ഗുണങ്ങൾ, ശ്രേഷ്ഠതയൊക്കെ നമ്മൾ അറിഞ്ഞു വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിത്വം, ഒരു സാധാരണ ആൾ എന്നൊരു രീതിയിലായിരിക്കും മറ്റുള്ള മനുഷ്യർ ഇവരെ കണക്കാക്കുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. ഇവരിൽ ഒരുപാട് അന്തർലീനമായ ഗുണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം വരുണൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജലത്തിൻ്റെ ദേവതയാണ്. ജലമാണ് വരുണൻ നിയന്ത്രിക്കുന്ന മേഖല, ജലത്തിൻ്റെ. ഓം വരുണായ നമഃ ജപിക്കും. ഈ മഴയില്ലാത്ത സമയത്ത് ഒരു ഹോമങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരുണമന്ത്രം ജപിക്കുക എന്ന് പറയും. കാരണം മഴ ഉണ്ടാവാൻ വേണ്ടി ജപിക്കുന്നതാണ് വരുണമന്ത്രം. അപ്പം ആ വരുണനാണ് ഇവരുടെ സമുദ്രത്തിൻ്റെ അധിപതിയും വരുണനാണ്. സമുദ്രത്തിനെ പറ്റി ഞാൻ പറയാതെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. കാരണം സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തല്ലേ മുത്ത്, പവിഴം, രത്നങ്ങൾ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെല്ലാം ഇതിൽ നിന്നാണ്, ഈ മത്സ്യങ്ങളെ അതിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വിശേഷ ഗുണമെന്ന് പറഞ്ഞാൽ ദേവന്മാർ സമുദ്രത്തിൽ നിന്ന് കടഞ്ഞാണ് അമൃതകുംഭം ഉണ്ടാക്കിയെടുത്തത്. കാരണം അമരത്വം കിട്ടാൻ, ദൈവങ്ങൾക്ക് അമരത്വം ലഭിക്കാൻ വേണ്ടി ഈ അമൃത് അവർ കടഞ്ഞെടുത്തതും സമുദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവും അനന്തശയനൻ എന്നാണ് പറയുന്നത്, അനന്തശയനൻ. അപ്പം എപ്പോഴും അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് ശയനം ചെയ്യുന്ന ആൾ. അപ്പം ജലത്തിനെയാണ് അവിടെ ഭഗവാനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ എപ്പോഴും ജലമാണ്, ജലത്തിലാണ് ഭഗവാൻ എപ്പോഴും വാഴുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നന്മകളും ഉണ്ട്. പക്ഷേ രത്നങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും എല്ലാം ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ചതയ നക്ഷത്രക്കാരിൽ ഒരുപാട് നന്മ ഗുണങ്ങളും തിന്മ ഗുണങ്ങളും രണ്ടും ഉണ്ട് കേട്ടോ, സമ്മിശ്രമാണ്. നന്മ ഗുണങ്ങളും തിന്മ ഗുണങ്ങളും അന്തർലീനമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. മഹാലക്ഷ്മി ഒളിഞ്ഞു കിടപ്പുണ്ട്, അതോടൊപ്പം ജ്യേഷ്ഠ ഭഗവതി ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഒരേ തരം സ്വഭാവത്തിലായിരിക്കത്തില്ല ഇവരൊരിക്കലും മുൻപോട്ട് നീങ്ങുന്നത്. വിഭിന്ന സ്വഭാവത്തിൽ തന്നെയായിരിക്കും ഇവരുടെ മിക്ക പെരുമാറ്റങ്ങളും. ഒരു സ്നേഹത്തിൽ സംസാരിച്ച് ഇവർ മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇവർക്കൊരു കോപ സ്വഭാവം ഉണ്ടായിട്ട് ഒരു കലഹം ക്രിയേറ്റ് ചെയ്യും. ആ കലഹം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ അറിയത്തില്ല എന്തിനാ അങ്ങനെ സംഭവം വായിന്നറിയാതെ ഇത് വന്നത്, ഈ സംഭാഷണം. കാരണം മധുരമായ സംഭാഷണ സദസ്സിലിരിക്കുമായിരിക്കും, സന്തോഷിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഇവരിൽ നിന്നൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ ഇവരിൽ നിന്ന് വരും. ഒന്നെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പരിഹസിക്കുന്ന രീതിയിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു വേദന ഉളവാക്കുന്ന ഒരു വർത്താനം വരുന്നുണ്ടാകും. പക്ഷെ അവർക്ക് തന്നെ അറിയില്ല അവരെന്തിനാ ഇതിങ്ങനെ പറഞ്ഞതെന്ന് പോലും അറിയില്ല. അപ്പം അങ്ങനെ എന്നാൽ നന്മ തിന്മകൾ ഇവരിൽ മാറി മാറി വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്മ സ്വഭാവം വരും, തിന്മ സ്വഭാവം വരും, മാറി മാറി. പക്ഷെങ്കിൽ കൂടുതലായിട്ട് ഇവർ നന്മയോടൊപ്പം തന്നെ തിന്മകളും ചെയ്യാൻ ഇഷ്ടപ്പെടും. തിന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഈ തിന്മ ചെയ്യുന്ന ഈ ദുഃഖിപ്പിക്കുക, അന്യരെ ദുഃഖിപ്പിക്കുക, ഒരു സാഡിസം പോലത്തെ ഒരു സ്വഭാവം ഇവർ ചിലപ്പോഴെങ്കിലും കടന്നുകൂടുന്നേ കാണാം. ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർക്കും ഇവരൊരു സാഡിസ്റ്റ് ആണല്ലോ എന്ന് വെച്ചാൽ ഒരു വേദനിപ്പിക്കുന്നതിലൊരു രസം കണ്ടെത്തുക, അതൊരു സുഖം കണ്ടെത്തുക, അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ ഒരിക്കലും ഒരു സ്റ്റേബിളായ ഒരു ചതയംകാരൻ ഒരിക്കലും അന്യരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അനാഥരായവരെ, ആരും ഒരു നോക്കാനില്ലാത്തവരെ, രോഗികളോട്, ഇത്തരക്കാരോടൊക്കെ, അനാഥത്വം പേർന്നവരോടൊക്കെ ഇവർക്ക് നല്ല അനുകമ്പയും നല്ല സഹായഹസ്തമൊക്കെ വെച്ച് നീട്ടും. സഹായിക്കേണ്ടവർക്ക് സഹായിക്കും, നന്മയുണ്ടവർക്ക് നന്മ ചെയ്യും. പക്ഷേ ഈ സ്വഭാവം ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലറായിട്ട് ഒരു സ്റ്റേബിളായ ഒരു സ്വഭാവം ഇവരിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ സ്വഭാവം ഇങ്ങനെ മാറി മറിഞ്ഞ് ഇവരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ചതയ നക്ഷത്രക്കാരിൽ. പിന്നെ മറ്റൊരു എടുത്തു പറയത്തക്ക ഗുണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹമായിരിക്കും. മാതാപിതാക്കളോടും സ്നേഹമുണ്ട്, ഗുരുഭക്തിയുണ്ട്, ഗുരുബഹുമാനമുണ്ട്, പിതൃതുല്യമായവരോടൊക്കെ ബഹുമാനം, മാന്യത പുലർത്തുക, അങ്ങനെയൊക്കെ ഉള്ള നന്മ ഗുണങ്ങളും ഇവരിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ചില സമയത്തൊരു ഈർഷ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാണാം. അതുകൊണ്ട് ഇവരുടെ ദമ്പതികളായിട്ട് കൂടുള്ള ഇവരെ ചതയ നക്ഷത്രക്കാരുടെ ഭാര്യമാരാകട്ടെ, അല്ലെങ്കിൽ ചതയ നക്ഷത്രക്കാരൻ്റെ നക്ഷത്രക്കാരിയുടെ ഭർത്താവട്ടെ, അവർക്കൊക്കെയും ഒരു പരിധിക്ക് വിട്ട് ഒരു മനപ്രയാസത്തിന് ഈ ഇവരുടെ സ്വഭാവമാറ്റം ഒരു കാരണമാകാറുണ്ട് പലപ്പോഴും. പക്ഷെങ്കിൽ അത് ഒരു ക്ഷമയുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇവരുടെ ചതയ നക്ഷത്രക്കാരുടെ ഭർത്താവ് ഒരു ക്ഷമയുള്ള പുരുഷനാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പോകുന്നതായും കണ്ടുവരാറുണ്ട്. എന്നാലും ദാമ്പത്യത്തിൽ മിക്കവാറും ചില ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങളും ശൈഥില്യങ്ങളും ഒരു പൊട്ടിത്തെറികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് ഒരു നല്ല സ്വച്ഛമായിട്ടുള്ളൊരു ലൈഫിലേക്കും പോകുന്നതായി കാണാം. കൂടുതലായിട്ടും പിന്നെ ചെറുപ്പത്തിൽ അവർക്ക് ബാലാരിഷ്ടതകൾ നല്ലോണം അലട്ടുന്ന ഒരു നക്ഷത്രമാണ്. ബാലാരിഷ്ടതകൾ, അലർജി സംബന്ധമായ രോഗങ്ങൾ, ടോൺസിൽസ്, ENT പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ഇവരെ പിടിപെടാം. പിന്നെ ശരീരത്തിന് ബലക്കുറവ്, ഇതൊക്കെ ഈ ചതയ നക്ഷത്രക്കാർക്ക് പിടിപെടാവുന്ന ചെറിയ ഓരോ അസുഖങ്ങളാണ്. പിന്നെ മറ്റൊന്നും എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും പഠിക്കാനും ആ കാര്യങ്ങൾ പഠിച്ചത് അവർക്ക് നിവൃത്തിയാക്കി കൊണ്ടുവരാനും ഫലത്തിൽ കൊണ്ടുവരാനും ഒക്കെയും കഴിവുള്ളവരാണ് ഈ ചതയ നക്ഷത്രക്കാർ. ഞാൻ പറഞ്ഞല്ലോ, മുൻപേ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു പതിഞ്ഞ സ്വഭാവമായിരിക്കും, പതിഞ്ഞ മട്ടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ലോ ആയിട്ട് ഉള്ള കാര്യം ചെയ്യാനായിരിക്കും ഇഷ്ടം. സ്ലോ ആയിട്ട് ഇങ്ങനെ പതുക്കെ എന്നാൽ അത് ചെയ്യുന്നതൊക്കെ വളരെ നല്ല പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എപ്പോഴും ഒരു നിയന്ത്രിക്കാൻ ഒരാൾ ഇവർക്ക് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ മതി, ഇതുപോലെ മതി എന്നൊക്കെ പറഞ്ഞ് ചതഞ്ഞെന്നും പറഞ്ഞൊക്കെ ചില സമയത്ത് ഇവർ പെരുമാറുന്ന കാണാം. പക്ഷേ ഇവരുടെ ഒരു നല്ല ബുദ്ധിയുള്ള വിവേകമതിയായ ഒരു ഭാര്യയാണ് ചതയംകാരൻ ഉണ്ടാകുന്നതെങ്കിൽ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റും. കാരണം ഒരു അങ്ങനെയൊന്ന് ചെയ്തേ ഇങ്ങനെയൊന്ന് ചെയ്തേ എന്നൊക്കെ പറഞ്ഞൊരു പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്താൽ അവർ എല്ലാ കാര്യത്തിലും മുന്നേറുന്നതായിട്ട് കാണും. തിരിച്ച് ഇങ്ങനെ ചതയ നക്ഷത്രക്കാരിയായ സ്ത്രീയാണെങ്കിൽ ഈ ഭർത്താവിൽ നിന്നും ഒരു അനുകമ്പയോ ഒരു ദയയും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇവരേത് നന്മയും ഇവർക്ക് ഏത് വലിയ ഭാഗ്യങ്ങളും കൈവിട്ടി ഇവർ പിടിക്കും. നല്ലവണ്ണം ഇവർ കൈയെത്തി അത് സ്വായത്തമാക്കും. പക്ഷേ ഇവർക്ക് കൂടെ നിൽക്കുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ അതിന് തക്ക കഴിവുള്ളവരും ബുദ്ധിയും വിവേകമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ ഇവരെ നല്ലവണ്ണം നല്ല രത്നങ്ങൾ തന്നെ കൊയ്തെടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തന്നെ ഇവർ മാറും. പക്ഷെ ഇവരോട് കൂടുന്ന വ്യക്തിത്വങ്ങൾ ഒരു കാര്യത്തിനും ഒരു ഉപകരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഒരു പിടിപ്പില്ലാത്തവരാണെങ്കിൽ ഇവരും ആ രീതിയിൽ അങ്ങായി പോകും. പക്ഷെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു നല്ല ഉയർന്ന നിലയിലെത്താനും വിദ്യാഭ്യാസ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും ഒക്കെ ഇവർ ഉയർന്ന നിലവാരം പുലർത്തും. നല്ല ഉയർന്ന പദവിയിലെത്തുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. എല്ലാം പിന്നെ രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കുന്നവരാണ് ഈ ചതയ നക്ഷത്രക്കാർ. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ, മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ, സ്വന്തം രഹസ്യങ്ങളെ ഇങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ഒതുക്കാൻ കഴിവുള്ളവരാണ്. ഒരാളെ പറ്റിയും ആവശ്യമില്ലാതെ നമുക്ക് അവരോടൊരു നമുക്ക് ഏത് രഹസ്യങ്ങളും അവരോട് പങ്കുവയ്ക്കാൻ പറ്റും. കാര്യം അവരൊരിക്കലും പറഞ്ഞ് നമ്മുടെ ഒരു രഹസ്യം അല്ലെങ്കിൽ നമ്മുടെ എത്രയുമായിട്ട് വിശ്വസ്തമായിട്ട് നമുക്ക് പറയുന്നൊരു കാര്യം മറ്റൊരാളിൽ ഇവർ എത്തിക്കത്തില്ല. നമ്മളെ ഒരു അപഹാസ്യമാക്കുക, അങ്ങനെ ഒരു നല്ല സ്വഭാവ ഗുണമുണ്ട് കേട്ടോ. 100 പേരോട് പറഞ്ഞ് നടക്കത്തൊന്നുമില്ല ഒരിക്കലും. അവരോട് നമ്മളൊരു സ്വകാര്യത പങ്കുവെച്ചാൽ ആ സ്വകാര്യത അവരുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കും.
അല്ലാതെ ഒരു മൂന്നാമനോട് പറഞ്ഞ് ചിരിക്കാനും പരിഹസിക്കാനൊന്നും ഇവർ മുതിരത്തില്ല. അത് അവരുടെ നിക്ഷിപ്തമായിരിക്കും അവരുടെ മനസ്സിൽ ആ രഹസ്യം. അതേപോലെ ഇവരുടെ പ്രവൃത്തി, ഇവരുടെ ഒരു മുന്നോട്ടുള്ള നീക്കങ്ങൾ, മുന്നോട്ടുള്ള ചലനങ്ങൾ, ഇവരെന്ത് ചെയ്യാൻ പോകുന്നു, എന്താണ് ഇവരുടെ ഭാവി പരിപാടി, ഇതൊന്നും ഇവർ ഷെയർ ചെയ്യത്തില്ല ആരോടും. ഇവരെല്ലാം ഇവരുടെ സ്വയം ഇഷ്ടത്തിന് ചെയ്യുന്നതായിരിക്കും. അല്ലെ അടുത്ത ബന്ധുക്കളോട്, അല്ലെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനോട് മാത്രം ഷെയർ ചെയ്യാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇവർ തന്നെ ഇവർക്കൊരു ഒരു ലോകം പണിതിട്ട് അതിലാണ് ഇവർ കൂടുതലും ജീവിക്കുന്നത്. ഒരു സ്വപ്നജീവികളെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ ആരോടും അധികം പറഞ്ഞാൽ അധികം ആരോടും സംസാരിക്കാൻ അധികം ഒന്നും ഷെയർ ചെയ്യാൻ പോകത്തില്ല. ഇവരുടേതായ ഒരു സ്വപ്നലോകം ഇവർ കെട്ടിപ്പടുക്കും. കൂടുതലായും ഇവർ ഒരു ഹോം സിക്നെസ് ഉള്ളവരുമായിരിക്കും. സ്വഭവനം വിട്ട് പോകാനോ അന്യഗ്രഹങ്ങളിൽ പോയി ജീവിക്കാനോ അന്യഗ്രഹങ്ങളിൽ പോയിട്ട് അവിടെ ഒരു സന്തോഷം കണ്ടെത്താനൊന്നും ഇവരുടെ കിടപ്പമുറി, ഇവരുടെ വീട്, ഇവരുടേതായിട്ടുള്ള കുറേ സ്വകാര്യതകളുണ്ട് ഇവരുടെ. അതൊക്കെ ഇവർക്ക് എപ്പോഴും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇവരുടെ ജീവിതവും. അതുപോലെ ഇവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെയും ഇവരുടെ മാതാപിതാക്കളെ, അല്ലെങ്കിൽ ഇവരുടെ ഭാര്യ, മക്കളെ, തിരിച്ച് സ്ത്രീ ആണെങ്കിലും ചതയംകാരിയാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ ആൾക്കാരും അവരെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒത്തിരി എക്സ്പോസ് ചെയ്യാനും മറ്റുള്ളവർ ഒത്തിരി മിങ്കിൾ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവരുടേതായ ചട്ടക്കൂടിനകത്ത് അവരെ ആക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അതേസമയം അതിന് വിപരീതമായി പെരുമാറുന്ന ഒരു സ്ത്രീയെ, ഭാര്യയെ കിട്ടുന്നെങ്കിൽ ജീവിതം ദുഷ്കരമായിരിക്കും. കാര്യം ഇവരെപ്പോഴും ഇവരുടേതായ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ആവശ്യങ്ങൾക്കൊക്കെ മറ്റുള്ളവർ ഉപകരിക്കുമോ കാര്യങ്ങൾക്കൊക്കെ ചെല്ലും. പക്ഷേ കൂടുതലായും കണ്ടുവരാറുള്ളത് ഇവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. ഇവരുടേതായ ഒരു ചട്ടക്കൂടിനകത്ത് ഇവരോട് കൂടുന്നവരും, അല്ലെ ഇവരുടെ ഏറ്റവും അടുത്ത രക്തബന്ധമാകട്ടെ, അല്ലെങ്കിൽ ഭാര്യയാട്ടെ, മക്കളാട്ടെ, കുടുംബത്തിലെ അംഗങ്ങളാട്ടെ, അവരോടെല്ലാം ഇവരാ രീതിയിൽ തന്നെയായിരിക്കും. ഇവരുടെ പെരുമാറ്റ രീതി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരർത്ഥത്തിൽ അത് നല്ലതുമാണ്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ അത് ദോഷമായിട്ടും വരും. കാരണം ഒരു ഓപ്പൺ ഹാർട്ടുള്ള ഭാര്യയാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി വിശാലമായിട്ടുള്ള മറ്റുള്ളവരുടെ ഒത്തിരി ഇടപെടുക, മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യുന്നൊരു വ്യക്തിത്വമുള്ള ഭാര്യയാണെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളായിരിക്കും. കാരണം അങ്ങനെ ഒരു ഭാര്യയെ അവർ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യ, അല്ലെ മക്കൾ, അല്ലെ ഫാമിലി മെമ്പേഴ്സ്, അതാണ് ഇവർ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഇവരുടെ ദമ്പതികൾ കൂടുതൽ ഈ ദാമ്പത്യ ജീവിതം ശിഥിലമാകാൻ എളുപ്പമല്ലേ. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ കുറച്ച് ക്ഷമയോടെ നീങ്ങുന്നതും, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും വളരെ ഉത്തമമാണ്. അത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണല്ലോ അനുസരണാശീലം. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിലെ അസ്വസ്ഥമായ അന്തരീക്ഷത്തിലുള്ള ഒരു മാതാപിതാക്കളായിരിക്കും ഇവർക്ക് കൂടുതലായും ലഭിക്കുക. അസ്വസ്ഥ അന്തരീക്ഷത്തിലായിരിക്കും ഇവർ കൂടുതലായിട്ട്. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ കൂടുതലായിട്ടും. ഈ വ്യക്തികളുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തിത്വമുണ്ട്. അവർ താരോലിക്കുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വമായിട്ടാണ് ഇവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇവരുമായിട്ടാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവരുമായിട്ടാണ് ഇവർ കൂടുതൽ മനസ്സുകൊണ്ട് സംസാരിക്കുന്നത് ഒക്കെ കൂടുതലായിട്ടും. അങ്ങനെ ഒരു വ്യക്തിത്വമായിട്ടും ഇവരെ കണ്ടുവരാറുണ്ട്. പിന്നെ ഈശ്വരഭക്തിയുണ്ട്, ഗുരുഭക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തലമുതിർന്നവരോട് ക്ഷേത്ര കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങൾ, ഇതിലൊക്കെ താല്പര്യമുള്ളവർ തന്നെയാണ്. ഈശ്വരഭജനം നടത്താനും ഒക്കെ താല്പര്യമാണ്. അതുപോലെ സത്യസന്ധതയും സ്വഭാവ ഗുണങ്ങളും നന്മയൊക്കെയും കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ്. ഈശ്വരാധീനമുള്ളവരാണ്. ഈശ്വര ഭജനം നടത്താനും മടിയൊന്നും ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഈ ചതയ നക്ഷത്രക്കാർ. പിന്നെ മറ്റൊന്ന് എടുത്ത് പറയേണ്ട മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു 30 വയസ്സിന് ശേഷം 30-35 വയസ്സിനോടടുത്തൊരു നല്ല സമയം ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഒരു 30 വയസ്സിന് ശേഷം ഒരു പീക്ക് ടൈമായി ഇവർക്ക് വരുന്നത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളൂ. അതിനു മുമ്പ് അലച്ചിലും കഷ്ടപ്പാടും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ, ഞാൻ പറഞ്ഞല്ലോ, കുടുംബാന്തരീക്ഷവും അസ്വസ്ഥമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ സ്ട്രെസ്സിൽ തന്നെ ആയിരിക്കും കൂടുതലും കടന്നു വരുന്നത്. പക്ഷേ അതിന് ശേഷം 35 വയസ്സിന് ശേഷം ഇവർക്ക് ഒരു നല്ല വഴി തെളിയുന്നതായും കണ്ടുവരാറുണ്ട്. നല്ല ഗൃഹമേ, നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെയും രാഹുർദശയിലാണ് ഈ ചതയ നക്ഷത്രക്കാർ ജനിക്കുന്നത്. അപ്പോൾ ആ രാഹുറിൻ്റെ ഒരു ദോഷവശങ്ങളും ജന്മത്തിൽ ജനിക്കുന്ന ജന്മദശ രാഹുറായതുകൊണ്ട് ആ രാഹുറിൻ്റെ ഒരു ദോഷവശങ്ങൾ എപ്പോഴും ഇവരെ പിന്തുടരുന്നതായിട്ട് കാണാം. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ആ ഒരു സർപ്പത്തിൻ്റെ, ആ പാമ്പിൻ്റെ ഒരു ഇത് ഇവരിലേക്കും ഇങ്ങനെ വരുന്ന കാണാം. പിന്നെ സഞ്ചാരം ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. തണുപ്പ് അധികം ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ചൂടായിരിക്കും ഇവർക്ക് ഏറ്റവും ഇഷ്ടം. തണുപ്പ് അധികം ഇഷ്ടപ്പെടാത്തവരാണ്. തണുപ്പുള്ള അന്തരീക്ഷമേ അങ്ങനെയൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞാൽ അലർജി സംബന്ധമായിട്ട്, ആസ്മ സംബന്ധമായിട്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ, ഇയർ നോസ് ത്രോട്ട് അങ്ങനത്തെ ആ പ്രോബ്ലംസ് ഉണ്ടാകാം. പിന്നെ ഉദര സംബന്ധമായിട്ട്
ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഇതൊക്കെ ഇവരെ അലട്ടുന്ന രോഗങ്ങൾ തന്നെയാണ്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലൊക്കെ തന്നെ. പക്ഷെ എന്നാലും ഈ രാഹുർ ദശ ജനിച്ചവരായതുകൊണ്ട് എപ്പോഴും ഒരു അസ്വസ്ഥത, എപ്പോഴും രാഹുർ അങ്ങനെയാണ്, എപ്പോഴും അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇവർ തന്നെ സ്വസ്ഥതയാൻ ചിലപ്പോൾ മിക്കവാറും ഇവർക്ക് ലഭിക്കാറില്ല. പിന്നെ ഉറക്കക്കുറവ് ഉണ്ടാകും, സ്വസ്ഥതക്കേടുണ്ടാകും. എന്നാൽ ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ളവരുമാണ് ഈ ചതയ നക്ഷത്രം. പക്ഷേ മിക്കവാറും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും കൊണ്ട് ഒരു സ്വയം തന്നെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞ കവിവാക്യം പോലെ ഇവർക്ക് തന്നെ സ്വർഗവും പണി, ഇവർ തന്നെ നരകവും പണി. അതുകൊണ്ട് അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അവരുടെ സ്വഭാവത്തെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. വേറൊരു വ്യക്തിത്വങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ആര് പറഞ്ഞാലും എന്നാൽ ഗുരുഭക്തിയും സ്വജന ബഹുമാനവും ഗുരുപ്രീതിയും ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഇവരുടെ തന്നെ ഡിസിഷനെ ഇവരെടുക്കത്തുള്ളൂ. വേറൊരു വ്യക്തിത്വങ്ങളുടെ ഒരു കാര്യങ്ങൾ കേൾക്കാനും പറയാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, ഇവർ പോകത്തുമില്ല. ഇവരുടെ എല്ലാ അഡ്വൈസ് ചെയ്യുന്ന ആൾ ഇവരുടെ ഹൃദയത്തിലെ ഇവരുടെ വ്യക്തിത്വം തന്നെയായിരിക്കും. ഇവരുടെ ഉള്ളിലുള്ള ആൾ തന്നെയായിരിക്കും ഇവരുടെ എല്ലാം നിയന്ത്രിക്കുന്നത്, ഇവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും. അല്ലെ വേറൊരാൾ ഇവരെ ഫോഴ്സ് ചെയ്തൊരു തീരുമാനം എടുപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് എന്ത് തോന്നുന്നു അത് ഇവർ ചെയ്യും. അത് ആർക്കെന്ത് ദോഷം വരുന്നു, ആർക്കെന്ത് ഗുണം വരുന്നു മുന്നം പിന്നെ. ഞാൻ പറഞ്ഞല്ലോ, കുതിരയല്ലേ, കുതിര എപ്പോഴും മുൻപോട്ടാണ്, ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോട്ടമില്ല, എപ്പോഴും മുന്നോട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇടിച്ചിട്ട് അതും തള്ളിയിട്ട് ഇതും തട്ടിയിട്ടൊക്കെ പോകുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവരെ മാത്രമേ ഇവരെ മാത്രമേ നോക്കുന്നുള്ളൂ മുൻപോട്ട്. അല്ല വേറൊരു ആളെ പോലും ഇവർ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് എന്ത് വരും, അപ്പുറത്ത് നിൽക്കുന്ന ആൾ വേദനിക്കുന്നുണ്ടോ, അങ്ങേ വശത്തേക്കുന്ന ആൾക്ക് എന്താ ദുഃഖം വരുന്നത്, ഒന്നും ഇവർ നോക്കത്തില്ല. ഇവരുടെ ലക്ഷ്യം മുന്നോട്ട്. ആ കുതിരയുടെ ഒരു സ്വഭാവം തന്നെ. എന്നാൽ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്. പക്ഷെ ഞാനെന്ന ഭാവം തീർത്തുമില്ല കേട്ടോ. ഈ നക്ഷത്രക്കാരെ എടുത്തു പറയത്തക്ക ഒരു നല്ല ഗുണമാണ്, ഒരു ക്വാളിറ്റിയാണ്. ഞാനെന്ന ഭാവം തീരെ ഇല്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഇങ്ങനെയൊന്നും. ഇവരുടെ നന്മയും ഇവരുടെ ശ്രേഷ്ഠതയും നമ്മൾ അറിയണമെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അല്ലെ കാലങ്ങൾ കഴിഞ്ഞ് ഇവരുടെ നന്മ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെ സാധാരണ ഒരു വ്യക്തി എന്താ ഇപ്പോൾ അവർക്കൊരു പ്രത്യേകത എന്ന് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ മനസ്സിൽ ഇവരുടെ ശരീരത്തിലും ഇവരിൽ അന്തർലീനമായിട്ട് ഒരുപാട് നല്ല ക്വാളിറ്റീസ് കിടപ്പുണ്ട്. അത്യന്തികമായിട്ട് നല്ല വ്യക്തിത്വങ്ങൾ തന്നെയാണ്, അത്യന്തികമായിട്ട് നല്ല വ്യക്തിത്വങ്ങളാണ്. പക്ഷെ ഒരേ സ്റ്റേബിളി സ്വഭാവം പോകത്തില്ല. അതുകൊണ്ട് ഇവരെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല. കാരണം സ്വഭാവം സ്നേഹമാണോ ദേഷ്യമാണോ എന്നൊന്നും വിവക്ഷിച്ചറിയാൻ നമുക്ക് പറ്റത്തില്ല. സ്നേഹിച്ചിരിക്കും തന്നെ ദേഷ്യം കാണിക്കും, ദേഷ്യപ്പെട്ടിരിക്കും തന്നെ സ്നേഹം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറിയും മറിഞ്ഞ് വ്യക്തിത്വങ്ങളായതുകൊണ്ട് നമുക്ക് ഇവരിലെ വ്യക്തി എന്താണെന്ന് നമ്മളങ്ങ് പരിഭ്രമിക്കും. കൂടുതൽ ഇവരുടെ കുടുംബത്തിലെ രക്തബന്ധത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരുമായിരിക്കും ഏറ്റവും കൂടുതൽ ഇവരുടെ സ്വഭാവം അടുത്തറിയാവുന്നത്. പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്ര നീറ്റ ആൾക്കാരും ഇല്ല. ഒരിക്കലും ഒരു പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു ചീത്തയെന്ന് കേൾപ്പിക്കാനും അല്ലെങ്കിൽ അയ്യോ അവരെന്താ ആ സ്വഭാവം എന്നൊന്നും കേൾപ്പിക്കാനും ഇവർ തയ്യാറാകത്തില്ല. അതൊക്കെ നല്ല പൊരുമയോടും പക്വതയോടും മാത്രമേ പെരുമാറും പബ്ലിക്കിൻ്റെ മുന്നിൽ എപ്പോഴും. പക്ഷേ യഥാർത്ഥ സ്വഭാവം കാണാൻ വീട്ടിൽ വരണം. അത് അശ്വതി ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കാണുന്ന വ്യക്തികൾ എപ്പോഴും പുറമേക്കാർക്ക് എപ്പോഴും നല്ല. നമ്മളൊരാളോട് ഇവരുടെ സ്വഭാവം ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറയുന്ന ആൾ ഇങ്ങനെയല്ല. അതേപോലെ തന്നെയാണ് ചതയങ്കാരെ പറ്റി നമ്മൾ വേറൊരു വ്യക്തികളോട് അയ്യോ എനിക്ക് അവരെ കൊണ്ട് പ്രശ്നമാകട്ടോ മനപ്രാസം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവർ പറയും പിന്നെ ഞങ്ങൾക്കറിയാത്ത ആളല്ലല്ലോ നിങ്ങൾ ഈ പറയുന്ന ആളെന്ന് പറയും. അങ്ങനെ വിശ്വസിക്കത്തില്ല. കാരണം അത്ര വ്യത്യസ്തമായ സ്വഭാവം ഇവർ കാണിക്കും. പബ്ലിക്കിൻ്റെ മുന്നിലും സ്വകാര്യതയിലും കാണിക്കുന്ന സ്വഭാവം വേറെ, ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന സ്വഭാവം വേറെ. അങ്ങനെ ഒരു വ്യക്തിത്വം ഇവരിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു നക്ഷത്രമാണ്. എങ്കിലും ഇങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ ഇവർ ജപിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം വരുണായ നമ എന്ന് ജപിക്കാം. പിന്നെ ഇവർ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുന്നത് നല്ലതാണ്. എള്ള് കിഴി, എള്ള് പായസം, ഇതൊക്കെ നീരാഞ്ജനം കഴിപ്പിക്കുക. പിന്നെ ഇന്ദ്രനീലം ധരിക്കുക. ഇതൊക്കെ ഇവർക്ക് ഗുണപ്രദമായ കാര്യങ്ങളാണ്. ശനിയാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. രാഹുവേ നമാന്നും പ്രാർത്ഥിക്കാം. കാരണം ജനിക്കുന്ന ദശ രാഹുറാണ്. അപ്പോൾ ഓം രാഹുവേ നമ എന്ന് ജപിക്കാം. പിന്നെ ഈ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യാൻ രാഹുറിനെ പ്രാർത്ഥിക്കാം. പിന്നെ ഓം വരുണായ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. ശാസ്താവിന് എന്തായാലും നീരാഞ്ജനം കഴിപ്പിക്കുക. എള്ളുപായസം, എള്ളുഹോമം, എള്ളുപായസം ഇതൊക്കെയും കഴിപ്പിക്കുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. കറുത്ത വസ്ത്രം അണിഞ്ഞ് വേണം പോകാൻ. പിന്നെ പരമശിവൻ്റെ അടുത്തും ഓം ശിവായ നമ എന്ന് ജപിച്ചുകൊണ്ട് കറുത്ത വസ്ത്രം അണിഞ്ഞ് ശനിയാഴ്ച തോറും ഓം നമശിവായ ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം ഭഗവാന് വലത്ത് വയ്ക്കുകയും പിന്നെ അരയാലിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക 7 പ്രാവശ്യം. അപ്പം അതിൻ്റെ അവർക്ക് ദശാനാഥൻ്റെ അനുഗ്രഹവും കിട്ടും. ഞാൻ പറഞ്ഞത് 35 വയസ്സിന് മുമ്പുള്ള കാലഘട്ടം വളരെ ഒരു
അസ്വസ്ഥമായ കാലം അങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് വളരെ ഈശ്വര ഭജനത്തോടിരിക്കണം. പിന്നെ മുൻകോപം കുറയ്ക്കുക, മറ്റുള്ള മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക, അതൊക്കെ ഒരു നല്ല വ്യക്തികളുടെ ഗുണങ്ങളാണല്ലോ. പക്ഷെ നിങ്ങളുടെ ദശാനാഥൻ ഇങ്ങനെയാണ്, വരുണനാണ് നിങ്ങളുടെ മാറിയും മറിഞ്ഞുള്ള സ്വഭാവം. പിന്നെ ഒരിക്കലും ജലത്തിൻ്റെ ഒരു പവറും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കുതിരയുടെ പവർ ഒന്ന് വേറെ, പിന്നെ ജലത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാമാരിയാകാനും പേമാരിയാകാനും സ്വച്ഛമായ നീല തടാകമാകാനും ആർത്തിരുമ്പുന്ന കടലാകാനും ഒക്കെയും സമുദ്രത്തിന് കഴിവുണ്ടല്ലോ. എന്ന് ജലത്തിന് കഴിവുണ്ട്. ജലത്തിൻ്റെ കഴിവാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അവർ ജലമെന്ന് പറഞ്ഞാൽ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആ ആകൃതി ആയിരിക്കും ആ ജലം ഉൾക്കൊള്ളുന്ന പാത്രത്തിന് എന്ന് പറഞ്ഞ പോലെയാണ് ഇവരെ തലയ്ക്കലും കാക്കലും വയ്ക്കാം, നന്മയ്ക്കും തിന്മയ്ക്കും എടുക്കാം. പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഈ വ്യക്തിത്വങ്ങളെ നമ്മൾ സൂക്ഷിച്ച് വേണം ഇവരോട് ഇടപെടാൻ. എന്നാൽ നല്ല മനുഷ്യരുമാണ്. എന്നാൽ സൂക്ഷിച്ചിടാൻ ഞാൻ ഭയപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവരുടെ സ്വഭാവം പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലെ നല്ല വ്യക്തിത്വങ്ങളില്ലെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ആ സ്വഭാവം അനുസരിച്ച് നിൽക്കാൻ നമ്മളൊന്നും അവരുടെ ദമ്പതികളായാലും ശരി, അവരുടെ കുടുംബ അംഗങ്ങളായാലും ശരി ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം എല്ലാവിധ നന്മകളും ഗുണങ്ങളും ഈ ചതയ നക്ഷത്രക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ഉരുട്ടാതി നക്ഷത്രം നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.